ഇതുവരെയും പുരുഷൻ രാജാവാകാൻ ഒരു കാരണമുണ്ടായിരുന്നു. എല്ലാ മൂത്ത സന്താനങ്ങളും പുരുഷന്മാരായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ മൂത്ത സന്താനം നീയാണ് രൂപവതി. അതുകൊണ്ട് നിന്നെ ഈ സിംഹാസനം ഏൽപ്പിക്കുകയല്ലാതെ നമ്മുടെ പക്കൽ വേറെ മാർഗങ്ങളില്ല. നമ്മെ വധിക്കാൻ നിന്നെ നമ്മുടെ പക്കലേക്ക് അയച്ചതാരാണ്? നമ്മുടെ സിദ്ധാന്തങ്ങളുമായി ഈ രാജ്യവും ഇവിടുത്തെ പ്രജകളും അവരുടെ ഭാവിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മെ പ്രഹരിക്കൂ. എന്തുപറ്റി? നമ്മെ പ്രഹരിക്കൂ. എന്തുപറ്റി? നാം പറയുന്നത് കേൾക്കുന്നില്ലേ? ഏയ്, നാം പറയുകയാണ് നമ്മെ പ്രഹരിക്കൂ. എന്നാൽ കുമാര, നാം പറയുന്നത് കേട്ടില്ലേ? നമ്മെ പ്രഹരിക്കൂ. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നില്ലേ? അതോ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? നാം പറയുകയാണ് നമ്മെ പ്രഹരിക്കൂ. പ്രഹരിക്കൂ നമ്മെ. ചോടിലാതെ നാം എത്തി. ഇല്ല, ഔഷധ ചെടി ചോടിലാ, നീ എന്താണ് ഈ ചെയ്യുന്നത്? നമ്മെ വെറുതെ വിടൂ. ഇതെന്താണ് ചെയ്യുന്നത്? നാം എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തതെന്നോ? നീ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയില്ലേ? നമ്മുടെ തപസ്സിന് ഭംഗം വരുത്തിയിട്ട് നീ നമ്മോട് ചോദിക്കുകയാണോ നീ എന്താ ചെയ്തതെന്ന്? നാം നിന്നെ ഇന്ന് വെറുതെ വിടില്ല. ഇന്ന് നാം നിന്റെ അന്ത്യം കുറിക്കുന്നതാണ്. ഹേ അരുത് ചോടിലാ, നാം നിനക്ക് നന്മ ചെയ്തതാണ്. നമ്മുടെ കഴുത്ത് വീണു, നമ്മുടെ കഴുത്ത് വീണു. നിർത്ത്. ഞങ്ങളെ വിടൂ, ഞങ്ങളെ വെറുതെ വിടൂ, വിടൂ, ഞങ്ങളെ വെറുതെ വിടൂ, ഞങ്ങളെ വിടൂ, ഞങ്ങളെ വെറുതെ വിടൂ. മനുഷ്യർ, അത് കൊള്ളാം. മനുഷ്യർ, ചൂട് ചോരയുള്ള മനുഷ്യർ. ഓ ചോടിലാ, മനുഷ്യർ, ചൂട് ചോരയുള്ള മനുഷ്യർ. ഇന്ന് നാം മനുഷ്യരുടെ മാംസം കഴിക്കുന്നതാണ്. നിനക്ക് ഇവരെ കഴിക്കാൻ സാധിക്കില്ല ചോടിലാ, മനസ്സിലാക്കൂ. എന്താ? ഈ മനുഷ്യർ യഥാർത്ഥത്തിൽ ആ മാന്ത്രിക കവചത്തെ മറികടന്നാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ നാം ചിന്തിച്ചു നോക്കി, നിന്റെ രാക്ഷസ സൈന്യം രൂപീകരിക്കാനുള്ള ഒരു ഉത്തമമായ മാർഗമാണ് ലഭിച്ചതെന്ന്. അതാണ് ഈ ഔഷധ ചെടി. അതിനാണ് നാം ഇവരെ കൊണ്ടുവന്നത്. ശരിക്കും എന്താണ് ഉപായം? നാം പറയാം, തീർച്ചയായും.
അതേ അഹങ്കാരവും അതേ ശാഠ്യവും. നീ അല്പം പോലും മാറിയിട്ടില്ലല്ലോ. എപ്പോൾ എങ്ങനെ ആരുടെ നേർക്കാണ് നിന്റെ ക്രോധം കാണിക്കേണ്ടതെന്ന് നീ അല്പം പോലും പഠിച്ചിട്ടില്ലല്ലോ. അരുന്ധതി